നമസ്കാരം. ഈ ദിവസ വാർത്തകൾ സമഗ്ര ചിത്രവുമായി ലൈവ് at 6 ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. കേരള തീരത്ത് വീണ്ടും കപ്പൽ ദുരന്തം. ബേപ്പൂർ അഴീക്കൽ ഉൾക്കടലിൽ ചരക്ക് കപ്പലിന് തീപിടിച്ചു. 18 ജീവനക്കാരെ രക്ഷിച്ചു. 4 പേരെ കാണാതായി. തീയണയ്ക്കാൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും രംഗത്ത്. സ്ഥിതി വിലയിരുത്തി വരുന്നതായി വി എൻ വാസവൻ. കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ കമ്പനിക്കെതിരെ കേസില്ല. ഇൻഷുറൻസ് കമ്പനി വഴി നഷ്ടം ഈടാക്കാൻ ശ്രമം. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്ത്. MSC ഐറിനയ്ക്ക് വാട്ടർ സല്യൂട്ട് നൽകി വരവേൽപ്പ്. വന്യജീവി ആക്രമണം തടയുന്നതിന് സംസ്ഥാനം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളി കേന്ദ്രം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി. വഴിക്കടവിലെ അനന്തുവിന്റെ മരണത്തിൽ പറഞ്ഞത് വിഴുങ്ങി AK ശശീന്ദ്രൻ. ഗൂഢാലോചന സംശയിക്കുന്നില്ലെന്ന് മന്ത്രി. പ്രതിഷേധം തുടരും. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ 2 ദിവസത്തിനകം പരിഹാരമെന്ന് സുരേഷ് ഗോപി. പുതിയ ഉപകരണങ്ങൾ എത്തിക്കുന്നതിന് കരാർ കമ്പനിയുമായി ചർച്ച നടത്തി. നടപടി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമം. എറണാകുളം മട്ടാഞ്ചേരിയിൽ ബാർ ജീവനക്കാരന് ക്രൂരമർദ്ദനം. പാലക്കാട് സ്വദേശി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. ആലപ്പുഴ മാന്നാറിൽ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്തതിന് ക്രൂരത. ജീവനക്കാരനെ ബൈക്കിൽ റോഡിലൂടെ വലിച്ചിഴച്ചു. മുംബൈയിൽ ലോക്കൽ ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് വീണ് 6 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് വാതിലിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്തവർ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കളമശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ലോറി കടയിലേക്ക് ഇടിച്ചു കയറി. ലൈവ് at 6 വിശദമായി. കേരള തീരത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ച അപകടം. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന വാൻഹായ് 503 എന്ന കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. 18 പേരെ രക്ഷപ്പെടുത്തി. 22 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. തീ പിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, ഈ മറ്റൊരു കപ്പൽ അപകടം കൂടി നമ്മുടെ സമുദ്രാതിർത്തിയിൽ സംഭവിക്കുമ്പോൾ ഈ അപകടകരമായിട്ടുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? എൽദോ, കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളും 3 ഡോപ്പിയർ വിമാനങ്ങളും അതോടൊപ്പം തന്നെ നാവികസേനയുടെ INS സൂറത്തും ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. രക്ഷാദൗത്യം ആദ്യം പൂർത്തിയാക്കുകയാണ് പ്രഥമഘട്ടം. അതിനുശേഷമേ കപ്പലിലേക്ക് കയറി അതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആവുകയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ജൂൺ 7 വൈകിട്ട് കൊളംബിയയിൽ നിന്ന് പുറപ്പെട്ട് നാളെ രാവിലെ നവി മുംബൈയിൽ എത്തേണ്ട കപ്പലാണ്. ഇതൊരു ഫീഡർ കപ്പലാണ്. ഈ കപ്പലിൽ ഇന്ന് രാവിലെ 9:30 കൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ഏതാണ്ട് 9:30 കൂടി തീപിടുത്തമുണ്ടായി. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വിവരം പുറം ലോകം അറിഞ്ഞു. അത് ആദ്യഘട്ടത്തിൽ വലിയ സഹായകമായി എന്ന് തന്നെ പറയണം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മാരിടൈം റെസ്ക്യൂ ഓപ്പറേഷൻ സെന്റർ മുംബൈയിലാണ്. മുംബൈയിൽ ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ ഈ കപ്പലിന് സമീപത്തേക്ക് ഇപ്പോൾ അപകടമുണ്ടായ വാൻഹായ് 503 കപ്പലിന് സമീപത്തു കൂടി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ നിർദ്ദേശം നൽകി. MV1 മാർവൽ എന്ന കപ്പൽ ആ ഘട്ടത്തിൽ ഇതിന് സമീപത്തുണ്ടായിരുന്നു. അതിനോട് ഈ സാഹചര്യങ്ങൾ വിലയിരുത്താൻ നിർദ്ദേശിച്ചു. ഈ MV1 മാർവൽ കപ്പൽ അടുത്തെത്തിയപ്പോഴാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന
ഉണ്ടായിരുന്ന 22 പേരിൽ 18 പേർ ആദ്യഘട്ടത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ തന്നെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ചാടി. ക്യാപ്റ്റൻ അടക്കമുള്ളവരാണ് ഫയർ ഫൈറ്റിംഗ് അതോടൊപ്പം തന്നെ മറ്റ് എക്യുപ്മെന്റ്സും അടക്കം ലൈഫ് ജാക്കറ്റുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടിയത്. ഇവരെ MV1 മാർവൽ കപ്പലിൽ സുരക്ഷിതരായി ഇപ്പോഴും ഉണ്ട്. ഇതിൽ 5 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ 22 പേരിൽ ഇന്ത്യക്കാർ ഇല്ല. 4 പേർക്കായി ഇപ്പോൾ രക്ഷാദൗത്യം തുടരുകയാണ്. ഈ 4 പേരും ഫയർ ഫൈറ്റിംഗ് നാവികരാണ്. അതായത് കപ്പലിൽ ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായാൽ ആദ്യഘട്ടം മുതൽ തന്നെ പരിശീലനം നേടിയവർ, അതായത് തീ അണയ്ക്കാനുള്ള പരിശീലനം നേടിയവരാണ്. ഇവരാണ് ആദ്യഘട്ടം മുതൽ തീ അണയ്ക്കാനായി ശ്രമിച്ചതും ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതും. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും ഈ 4 പേരിൽ 2 പേർ തായ്വാൻ പൗരന്മാരാണ്, ഒരാൾ ഇന്തോനേഷ്യൻ പൗരനാണ്, അതോടൊപ്പം തന്നെ ഒരാൾ മ്യാൻമാർ പൗരനാണ്. ഈ അപകടം എന്നതിനപ്പുറത്തേക്ക് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകൾ, അത് എന്തൊക്കെ ചരക്കുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പുറംകടലിൽ 120 കിലോമീറ്റർ അകലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതും ആദ്യഘട്ടത്തിൽ തന്നെ വിവരം പുറം ലോകം അറിഞ്ഞതും വലിയ തോതിൽ ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് സംസ്ഥാന സർക്കാരും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. 269 മീറ്റർ നീളമുള്ള കപ്പലാണ്, 20 വർഷം പഴക്കമുള്ള കപ്പലാണ്. ഈ കപ്പലിലെ ചരക്കുകളിൽ 4 തരത്തിലുള്ള അപകടകരമായ വസ്തുക്കളുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങൾ, അതോടൊപ്പം തന്നെ തീപിടിക്കാൻ സാധ്യതയുള്ള കരവസ്തുക്കൾ, അതോടൊപ്പം തന്നെ അപകടകരമായ വിഷാംശമുള്ള വസ്തുക്കൾ, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഗൺ പൗഡർ, ടർപ്പൻറ്റൈൻ അടക്കമുള്ളവ ഇതിൽ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. രക്ഷാദൗത്യത്തിനാണ് പ്രഥമ പരിഗണന. ഇപ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്ന 18 പേരെ രക്ഷിച്ചിട്ടുണ്ട്. അവർ സുരക്ഷിതരാണ്. അവരെ ഏറ്റവും അടുത്ത തീരത്തേക്ക് എത്തിക്കും. ഏത് തീരത്തേക്കാണ് എത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ബേപ്പൂർ അടക്കമുള്ള ഇടങ്ങളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവർക്ക് ചികിത്സിക്കാനായി ഇവർ ബേപ്പൂർ തുറമുഖത്തേക്കാണ് എത്തിക്കുന്നതെങ്കിൽ അവിടെ ആശുപത്രികൾ സജ്ജമാണ്, ആംബുലൻസുകൾ സജ്ജമാണ്, എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും അടുത്തുള്ള പോർട്ട് ബേപ്പൂരാണ്. അവിടേക്കാണ് ദൂരം കുറവ്. പക്ഷേ പുറംകടലിൽ നിന്നും ചെറിയ കപ്പലിൽ വേണം ഈ പോർട്ടിലേക്ക് എത്തിക്കാൻ. വലിയ കപ്പലുകൾ ഈ പോർട്ടിൽ അടുക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ മംഗലാപുരത്തേക്ക് ഇവരെ കൊണ്ടുപോകും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കപ്പലിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് തീപിടുത്തമുണ്ടായത്. ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരം ഡെക്കിൽ സ്ഫോടനമുണ്ടായി, അങ്ങനെ തീപിടുത്തമുണ്ടായി എന്നാണ്. പക്ഷേ കപ്പലിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഉയരുന്ന കറുത്ത പുക സ്വാഭാവികമായും കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇനി അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. റൈറ്റ്. എന്തായാലും മറ്റൊരു കപ്പൽ അപകടം കൂടി നേരിടുകയാണ് സംസ്ഥാനത്തിൻ്റെ സമുദ്രാതിർത്തി. ഇന്ന് ബേപ്പൂർ അഴീക്കൽ തുറമുഖത്ത് നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലത്തിലാണ് ഇത്തരത്തിൽ തീപിടുത്തം വലുതാണ്. അത് അണയ്ക്കുന്നതേ ഉള്ളൂ. സാഹചര്യം ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കണ്ടെയ്നറുകളിൽ തീപിടിക്കാൻ സാധ്യതയുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺകുമാർ പി പറഞ്ഞു. വിഷാംശമുള്ള വസ്തുക്കളുമുണ്ട്. തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രവരൂപത്തിലും ഖരരൂപത്തിലുമുള്ള വസ്തുക്കൾ ഉണ്ടെന്നും അരുൺകുമാർ പറഞ്ഞു. അതിലുള്ള ക്രൂ 22 ക്രൂ ആണ്. പ്രാഥമിക ഇൻഫോർമേഷൻസിൽ നമുക്ക് ഇന്ത്യക്കാർ ആരും തന്നെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ക്രൂവിൻ്റെ അകത്ത് ചൈനീസും മ്യാൻമാറും ഇന്തോനേഷ്യനും അതേപോലെ തായ്ലാൻഡിലുള്ള മൊത്തം 22 പേരാണുള്ളത്. തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളാണ്, അതായത് ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ്. അതേപോലെ ക്ലാസ് 4.1 എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ സോളിഡ് ആണ്, അതായത് തീപിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കളാണ്. തനിയെ തീപിടിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളാണ് സ്പോണ്ടാനിയസ് കമ്പഷൻ ചെയ്യുന്ന സബ്സ്റ്റൻസ്, അത് ക്ലാസ് 4.2-ലാണ്. അപകടം ഉണ്ടാകുന്ന വിഷാംശമുള്ള സബ്സ്റ്റൻസിന് പൊതുവെ നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുക, അത് ക്ലാസ് 6 ആണ്. മൊത്തം കണ്ടെയ്നറുകളിൽ ഈ പറഞ്ഞ 4 ടൈപ്പ് കാർഗോസും കൂടി ഉണ്ട്. തീപിടിച്ച കപ്പലിൽ നിന്ന് 50 കണ്ടെയ്നർ കടലിൽ വീണുവെന്ന് മന്ത്രി VN വാസവൻ. രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് തുടർ ദൗത്യങ്ങൾ. എന്തുകൊണ്ടാണ് തീപിടുത്തമുണ്ടായത് എന്ന് വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തിന് നഷ്ടങ്ങൾ ഉണ്ടായത് ക്ലെയിം ചെയ്തു വാങ്ങാനുള്ള നടപടികളാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാൽ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് അതിന്റെ രക്ഷാദൗത്യങ്ങളെല്ലാം നടക്കേണ്ടത്. ഇപ്പോൾ പ്രധാനമായിട്ടും കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാദൗത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 50ഓളം കണ്ടെയ്നറുകൾ കടലിൽ പതിക്കാനിട വരികയും തീപിടുത്തം ഉണ്ടായി എന്നുള്ള കണക്കാണ്
ഇപ്പൊ ആദ്യം പുറത്തു വന്നത്. കൂടുതൽ കാര്യം എന്താണെന്നുള്ളത് ഇപ്പൊ പോയിട്ടുള്ള കോസ്റ്റ് ഗാർഡിന്റെ പരിശോധനയിലും അതോടൊപ്പം തന്നെ നാവികസേനയുടെ പരിശോധനയിലും ഒരു വിശദമായ വിവരങ്ങൾ അവർ തരും. അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ പ്രതികരിക്കാം. കണ്ടെയ്നറുമായി കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ കമ്പനിക്കെതിരെ സർക്കാർ കേസിനില്ല, നഷ്ടപരിഹാരം മതിയെന്നും ഉടൻ കേസ് വേണ്ട എന്നുമുള്ള നിലപാടാണ് കേരളം എടുത്തത്. മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് ഡയറക്ടർ ജനറലുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. കേരള തീരത്തെ ആകെ ആശങ്കയിലാക്കിയാണ് മെയ് 25-ന് MAC എൽസാ-3 കടലിൽ മുങ്ങിയത്. 4 ദിവസം കഴിഞ്ഞ് കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ജനറലുമായുള്ള യോഗത്തിന് ശേഷം സർക്കാർ കപ്പലപകടത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. അതേ യോഗത്തിൽ തന്നെയാണ് കപ്പൽ കമ്പനിക്കെതിരെ കേസ് വേണ്ടെന്ന് തീരുമാനിച്ചത്. MAC കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി നല്ല അടുപ്പമുണ്ടെന്നും കേരളത്തിലെ അവരുടെ പ്രവർത്തനത്തിന് സൽപ്പേര് ആവശ്യമാണെന്നുമാണ് ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. കേസ് വേണ്ട, നഷ്ടപരിഹാരം മതിയെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനൊപ്പമാണ് കേന്ദ്ര സർക്കാരും. കോടതി വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞ് നഷ്ടപരിഹാരം ലഭിക്കാൻ ഏറെ വൈകും. വിദേശത്തുള്ള ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും കേന്ദ്രം സൂചിപ്പിക്കുന്നു. നിലവിൽ തീരത്തെവിടെയും എണ്ണ മലിനീകരണമില്ലെന്ന് ഷിപ്പിംഗ് മന്ത്രാലയവും അറിയിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒളിച്ചുകളിയിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കണ്ടെയ്നറുമായി കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂർണ്ണമായി പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര. ക്യാപ്റ്റനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നും കപ്പലിലുണ്ടായ 24 പേരെയും രായ്ക്കുരാമാനം കടത്തിയെന്നും ഫാദർ യൂജിൻ പെരേര വിമർശിച്ചു. മാലിന്യങ്ങൾ നീക്കാൻ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂജിൻ പെരേര പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായിട്ടുള്ള MSC ഐറിന വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്തു. ആദ്യമായിട്ടാണ് സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഐറിന എത്തുന്നത്. തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് MSC ഐറിനയുടെ കപ്പിത്താൻ. രാവിലെ 9 മണിയോടെയാണ് വിഴിഞ്ഞത്ത് ബർത്തിംഗ് പൂർത്തിയായത്. വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്ന 347ാമത് കപ്പൽ കൂടിയാണ് MSC ഐറീന. 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുണ്ട് MSC ഐറീനയ്ക്ക്. 24,000 മീറ്റർ ഡെക്ക് ഏരിയയുള്ള കപ്പലിൽ 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാനാകും. 2023 നിർമ്മിച്ച കപ്പലിൽ 35 ജീവനക്കാരുണ്ട്. സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഐറീന എത്തുന്നതും ഇതാദ്യമായാണ്. തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് MSC ഐറീനയുടെ കപ്പിത്താൻ. ക്യാപ്റ്റനെ കൂടാതെ ക്രൂവിൽ മറ്റൊരു മലയാളി കൂടിയുണ്ട്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതാണ് ഈ കപ്പൽ. ഇതേ സീരീസിലുള്ള MSC തുർക്കിയും മിഷേൽ കപ്പലിനിയും നേരത്തെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരുന്നു. സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് ചൈനയിലും കൊറിയയിലും പോയി സിംഗപ്പൂരിൽ തിരികെ എത്തിയ ശേഷമാണ് MSC ഐറീന വിഴിഞ്ഞത്ത് എത്തിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വന്യജീവി ആക്രമണം തടയുന്നതിന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും ആനയും കടുവയും സംരക്ഷിത ജീവികളുടെ 2ാം വിഭാഗത്തിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ നിയന്ത്രണമില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. കേരള സർക്കാരിന്റെ അനാസ്ഥയാണ് അനന്തുവിന്റെ മരണകാരണമെന്നും ഭൂപേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട്. നിലമ്പൂർ വഴിക്കടവിൽ വിദ്യാർത്ഥിയുടെ മരണത്തിൽ UDFന്റെ പ്രതിഷേധം തണുത്തതിനാൽ ഗൂഢാലോചന സംശയിക്കുന്നില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18നോട്. വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നോട് സംസാരിച്ചിരുന്നുവെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. വിഷയം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള ആലോചന നടന്നിട്ടുണ്ട്. മിനിസ്റ്റർ പറഞ്ഞത് ഇതാണ്, അവിടെ ആ സംഭവത്തിൽ ഒരു പരിക്ക് പറ്റി മരിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മരണത്തിൽ എത്തിയ ഒരു ജോലിയുണ്ടല്ലോ, അവിടെ വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതി പിടിച്ചെടുത്ത്
മോഷ്ടിച്ച് കമ്പിയിലൂടെ കൊണ്ടുവന്ന് ആ കുളിക്കാൻ ചെന്ന കുട്ടികൾക്ക് ഷോക്കേറ്റാനിടയായ സംഭവം ഗൂഢാലോചനയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നില്ല. അത് തിരുത്തലാണെങ്കിൽ തിരുത്തലാണ്, മലക്കം മറിച്ചിലാണ്. പക്ഷേ ഇപ്പോഴും ഞാനത് പറഞ്ഞിട്ടില്ല. അത് പറയാത്ത കാര്യം കുറേ ഭാവന വന്നതാണ്. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ ഗൂഢാലോചന ഉണ്ടെന്ന വിവാദത്തിൽ നിലപാട് മാറ്റമായിരുന്നു വനമന്ത്രി AK ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഗൂഢാലോചന ഉണ്ടെന്നല്ല, ഗൂഢാലോചന സംശയിക്കുന്നുവെന്നാണ് പറഞ്ഞതെന്നാണ് മന്ത്രിയുടെ പുതിയ വാദം. അതേസമയം സർക്കാരിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസും UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിനെ വിമർശിച്ച CPM-ഉം പ്രതിഷേധം നടത്തി. നാട്ടുകാരറിയും മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നല്ലോ. അതെങ്ങനെ പ്രകടനം നടന്നത്? അപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയമാണ്. ഗവൺമെന്റിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ എന്നത് അവർക്ക് ഏറ്റവും പ്രധാനം. അവർക്കൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നെല്ലാവർക്കും അറിയാം. ഇതായിരുന്നു AK ശശീന്ദ്രന്റെ ഇന്നലത്തെ പ്രതികരണം. എന്നാൽ ഇന്ന് മന്ത്രി തിരുത്തിയത് ഇങ്ങനെ: ഇത് പെട്ടെന്ന് നടന്നതിന്റെ പിന്നിൽ ഇതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ്. ഈ ഒരു സംഭവത്തെ തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് നിങ്ങൾ എല്ലാ ക്ലിപ്പിംഗ്സും ചോദിച്ചത്. ഞാൻ രാവിലെ പത്രക്കാരെ ഇന്നലെ കണ്ടു പറഞ്ഞു, ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇതായിപ്പം ഗൂഢാലോചന, എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിൽ മാധ്യമങ്ങൾ ദയവായി പങ്കെടുക്കരുത്. വിദ്യാർത്ഥിയുടെ മരണം 2 ദിവസം കൊണ്ട് മണ്ഡലത്തിൽ ചർച്ചയായെന്ന് തിരിച്ചറിഞ്ഞാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. സംഭവം നടന്ന വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന്റെ അനാസ്ഥയാണ് അനന്തുവിന്റെ ജീവൻ എടുത്തതെന്നാണ് CPM ആരോപണം. പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുമുന്നണി പ്രതിഷേധ മാർച്ച് നടത്തി. രാഷ്ട്രീയ മുതലെടുപ്പാണ് ഏത് വിഷയത്തിലും കോൺഗ്രസിന്റെ ലക്ഷ്യം. മരണത്തിൽ പോലും മായം കലർത്തുക എന്നൊരു കൂട്ടർ എവിടെയെങ്കിലും ഉണ്ട്? പാലിൽ മായം കലർത്തി എന്ന് കേട്ടിട്ടുണ്ട്. മരണത്തിന് മായം കലർത്തുവോ? മന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള വിമർശനം തുടരുകയാണ് UDF. വനമന്ത്രി കേരളത്തിന് അപമാനമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ഇങ്ങനെ ഒരു മന്ത്രി കേരളത്തിനുള്ളത് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമാണ് എന്നെനിക്ക് പറയാതിരിക്കാൻ പറ്റും. ഇടത്തോടെ പറയാണ്, ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. രാവിലെ ഫെൻസിംഗ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിംഗ് വന്നു. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ മരണത്തിനപ്പുറം വന്യജീവി ശല്യം ചർച്ചയാക്കുകയാണ് UDF-ന്റെയും NDA-യുടെയും ലക്ഷ്യം. വഴിക്കടവ് KSEB ഓഫീസിന് മുന്നിൽ UDF ധർണ നടത്തി. വഴിക്കടവ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചായിരുന്നു BJP പ്രതിഷേധം. ന്യൂസ് 18 നിലമ്പൂർ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് ന്യൂസ് 18നോട്. PV അൻവർ LDF-ന് ഒരു പ്രശ്നമേയല്ല, അൻവറിനെതിരെ പ്രചാരണം നടത്തില്ല. കേരളത്തിന്റെ വികസനം ചർച്ച ചെയ്യുമ്പോൾ നിലമ്പൂരിലെ MLA ആയിരുന്ന അൻവർ ചെയ്ത പ്രവർത്തനങ്ങൾ ചർച്ചയാക്കുന്നില്ല. സർക്കാരിന്റെ പ്രവർത്തനം നിലമ്പൂരിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് M സ്വരാജ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ പറയുന്ന പോലൊരു ഫലം വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നേയില്ല. അതിന്റെ ഒരു കാരണം സർക്കാരിന്റെ വിലയിരുത്തലല്ലേ എന്ന് ചോദിക്കുമ്പോൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ഉയർത്തിയാണ് ഞങ്ങൾ പ്രധാനമായും പ്രചരണം നടത്തുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയ മാറ്റിവെച്ച സംഭവത്തിൽ 2 ദിവസത്തിനകം പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പുതിയ ഉപകരണങ്ങൾ എത്തിക്കുന്നതിന് കരാർ കമ്പനിയുമായിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞുവെന്നും ശ്രീചിത്രയിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ശ്രീചിത്രയിലേക്ക് നടത്തിയ പ്രതിഷേധം നാടകീയരങ്ങൾക്കാണ് വഴിവെച്ചത്. ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി നടക്കേണ്ടിയിരുന്ന 15 ശസ്ത്രക്രിയകളാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാറ്റിവെച്ചത്. പ്രതിസന്ധി രൂക്ഷമായതായി ഡോക്ടർമാർ അറിയിച്ചതോടെ ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബെഹാരി അടിയന്തര യോഗം വിളിക്കുകയായിരുന്നു. അതിനിടെ സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തി. മാധ്യമങ്ങൾ ചെറിയ സംഭവം പെരുപ്പിച്ച് കാണിക്കുകയാണെന്നും 2 ദിവസത്തിനകം പ്രശ്നപരിഹാരമുണ്ടാകുമെന്നും യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അപ്പൊ ഇത് പുറത്ത് മീഡിയയിൽ വരുന്നതിന് മുമ്പ് തന്നെ അകത്തത് ചർച്ച ഇന്നിപ്പം നടന്നതുപോലെ ചർച്ച ചെയ്തിട്ട്
ചർച്ച ചെയ്തിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ റിസോൾവ് ചെയ്യാവുന്ന ഇഷ്യൂസ് ആയിരുന്നു. തുടർന്ന് കേന്ദ്രമന്ത്രി പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ശ്രീചിത്രയുടെ പ്രവേശന കവാടത്തിലേക്ക് കടന്നത്. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ 5ാം നിലയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. കൂടുതൽ പോലീസ് സംഘം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്നുൾപ്പെടെ എത്തിയാണ് പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചത്. ഒടുവിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ തന്നെ പ്രതിഷേധക്കാരുമായി അനുനയ ചർച്ച നടത്തി. ഉടൻ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് അധികൃതർ നൽകിയ ഉറപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മടങ്ങി. പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി സത്യവാങ്മൂലം. CMRL എക്സാലോജി കരാറിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് മറുപടി സത്യവാങ്മൂലം. പൊതു താൽപര്യ ഹർജിയിലെ ആക്ഷേപങ്ങളിൽ അടിസ്ഥാനമില്ലെന്നും എല്ലാ നിലവാരവും ഉയർത്തിപ്പിടിച്ചാണ് തന്റെ 5 പതിറ്റാണ്ടുകാലത്തെ പൊതുജീവിതമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ സത്യവാങ്മൂലത്തിലെ? CMRL എക്സാലോജി കരാറിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകനായ MR അജയൻ സമർപ്പിച്ച ഹർജിയിലാണ് മുഖ്യമന്ത്രിയുടെ നടപടി. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് അമിത് റാവൽ, TM മനോജ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികളോട് ആവശ്യപ്പെട്ടിരുന്നു, എതിർകക്ഷികളോട് ആവശ്യപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. CBI അന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കുന്നത്. എല്ലാ നിലവാരവും ഉയർത്തിപ്പിടിച്ചാണ് തന്റെ 5 പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതമെന്നും മുഖ്യമന്ത്രി ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നു. പൊതു താൽപര്യ ഹർജിയിലെ ആക്ഷേപങ്ങളിൽ അടിസ്ഥാനമില്ല, പൊതു താൽപര്യ ഹർജി നിലനിൽക്കുന്നതല്ലെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹൈക്കോടതിയിലെ ഹർജിയിലാണ് ഇപ്പോൾ ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു മുഖ്യമന്ത്രിയോടും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനോടക്കമുള്ളവരോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ. റൈറ്റ്, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മറുപടി സത്യവാങ്മൂലത്തിലാണ് CBI അന്വേഷണത്തിന്റെ സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്റെ പൊതുജീവിതം ഉയർന്ന നിലവാരത്തിലാണ് എന്നും മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. തിരികെ എത്താൻ വേണ്ടി ശേഷം ലൈവ് അറ്റ് 6 തുടരുകയാണ്. കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ പ്രതിഷേധം തുടരുകയാണ്. 3ാം ദിനത്തിലും കുടിയേറ്റക്കാരും സുരക്ഷാ സേനയും തമ്മിൽ സംഘർഷമുണ്ടായി. അതേസമയം പ്രതിഷേധം തുടർന്നാൽ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള മറീനുകളെ പ്രദേശത്ത് വിന്യസിക്കുമെന്ന മുന്നറിയിപ്പ് ട്രംപ് ഭരണകൂടം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് പ്രതിഷേധത്തിന്റെ തുടക്കം. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് നാടുകടത്തുന്ന നടപടിയാണ് പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത്. ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയത്തിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധക്കാർ തമ്പടിച്ചു. പ്രതിഷേധം കനത്തതോടെ പോലീസ് കണ്ണീർ വാതകവും പുകബോംബുകളും മുളക് സ്പ്രേയും പ്രയോഗിച്ചു. പ്രതിഷേധക്കാർ അതിർത്തി സംരക്ഷണ സേനയുടെ നിരീക്ഷണ വാനുകൾക്ക് നേരെ കല്ലും സിമന്റ് കട്ടകളും എറിഞ്ഞു. കാർ അഗ്നിക്കിരയാക്കി. ജയിലുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രതിഷേധിച്ചു. ഒരാഴ്ചക്കിടെ ലോസ് ആഞ്ചലസിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് 118 അനധികൃത കുടിയേറ്റക്കാരെയാണ്. പ്രതിദിനം 3000 കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നതാണ് ICEയുടെ പ്രഖ്യാപിത ലക്ഷ്യം. പ്രതിഷേധം ശക്തമാകുകയാണെങ്കിൽ സൈന്യത്തിന്റെ ഭാഗമായ മറീനുകളെ കൂടി പ്രദേശത്ത് വിന്യസിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് ഭരണകൂടം നൽകുന്നുണ്ട്. നേരത്തെ പ്രതിഷേധം അടിച്ചമർത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2000ഓളം നാഷണൽ ഗാർഡ് അംഗങ്ങളെ വിന്യസിച്ചിരുന്നു. അതിനിടെ പ്രസിഡന്റിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസെമിന്റെ രംഗത്തെത്തി. നടപടി പിൻവലിച്ച് നിയന്ത്രണം തിരികെ നൽകാനും ഗവർണർ വൈറ്റ് ഹൌസിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ സംഘർഷാവസ്ഥ രൂക്ഷമായി തുടരുകയാണ്. ഇതോടെ അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനം. പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കും. 5 ജില്ലകളിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞയും ഇന്റർനെറ്റ് നിരോധനവും തുടരുകയാണ്. മെയ്തേ സംഘടനയായ ആരംഭായ് തെങ്കോൾ നേതാവിന്റെ അറസ്റ്റിനെ തുടർന്നാണ് ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ സംഘർഷം തുടങ്ങിയത്. നേതാവിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് മെയ്തേ വിഭാഗക്കാർ തെരുവിലേക്കിറങ്ങി. റോഡുകൾക്ക് നടുവിൽ ടയറുകളും മറ്റും കത്തിച്ചു. വിമാനത്താവളത്തിന്റെ കവാടം പ്രതിഷേധക്കാർ ഖരാവോ ചെയ്തു. സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടിയ പ്രതിഷേധക്കാർ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണിയും മുഴക്കി. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കാനാണ് തീരുമാനം. വിദ്വേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശമുണ്ട്. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, തൗബാൽ, ബിഷ്ണുപൂർ, കാക്ഷിംഗ് എന്നീ ജില്ലകളിലാണ് ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയിട്ടുള്ളത്. സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ MLA-മാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 25 MLA-മാരും ഒരു MP-യുമാണ് ഗവർണർ അജയ് ഭല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനിടെ സംഘർഷത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. 2023 മെയ് മുതൽ മണിപ്പൂരിൽ മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ വംശീയ കലാപം നടക്കുകയാണ്. മുഖ്യമന്ത്രി ബീരൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോകം മുഴുവൻ സത്യം തിരിച്ചറിഞ്ഞതായ ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നതിനും പാക് ഭീകരത തുറന്നു കാണിക്കുന്നതിനുമായിട്ടുള്ള ദൗത്യം പൂർത്തിയാക്കിയ ശേഷമാണ് തരൂരിന്റെ പ്രതികരണം. രാജ്യത്തിനായി ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെന്നും കൂടെ നിന്നവർക്ക് നന്ദിയെന്നും തരൂർ എക്സിൽ കുറിച്ചു. ഹിന്ദിയിലാണ് തരൂരിന്റെ കുറിപ്പ്. ഗയാന, പാനമ, കൊളംബിയ, ബ്രസീൽ, US എന്നീ രാജ്യങ്ങളാണ് തരൂരിന് നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. മുംബൈയിൽ ലോക്കൽ ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് വീണ് 6 യാത്രക്കാർ മരിച്ചു. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിൽ നിന്ന് താനെയിലെ കസാര പ്രദേശത്തേക്ക് പോവുകയായിരുന്ന ലോക്കൽ ട്രെയിനിൽ നിന്നാണ് വീണ് അപകടമുണ്ടായത്. 12ഓളം പേർ ട്രെയിനിൽ നിന്ന് വീണുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അമിത തിരക്ക് കാരണം യാത്രക്കാർ വാതിലുകളിൽ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്യാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡും ആഗോള ധനകാര്യ നിക്ഷേപക സ്ഥാപനമായിട്ടുള്ള ബ്ലാക്ക് റോക്കും ചേർന്നുള്ള സംയുക്ത സംരംഭമായിട്ടുള്ള ജിയോ ബ്ലാക്ക് റോക്ക് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് ടീമിനെ പ്രഖ്യാപിച്ചു. പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വെബ്സൈറ്റ് അവതരിപ്പിക്കുകയും നിക്ഷേപകർക്ക് നേരത്തെ തന്നെ സേവനങ്ങളുടെ ഭാഗമാകാനുള്ള എക്സ്ക്ലൂസീവ് ഏർലി ആക്സസ് ഇനീഷ്യേറ്റീവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്തിടെയാണ് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സുകൾ ചെയ്യുന്നതിന് ജിയോ ബ്ലാക്ക് റോക്ക് അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയിൽ നിന്നും അനുമതി ലഭിച്ചത്. അസറ്റ് മാനേജ്മെന്റ് രംഗത്ത് വലിയ അനുഭവ പരിചയവും ഡിജിറ്റൽ ഇന്നവേഷൻ, ഉപഭോക്തൃ കേന്ദ്രീകൃത ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യം തുടങ്ങിയ കാര്യങ്ങളിൽ മികവും പ്രകടമാക്കിയിട്ടുള്ള ലീഡർഷിപ്പ് ടീമാണ് ജിയോ ബ്ലാക്ക് റോക്ക് അസറ്റ് മാനേജ്മെന്റിൻ്റേത്.